നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണവർ അല്ലേ. കോവിഡ് പോലെയുള്ള മഹാമാരികൾ വന്നപ്പോഴും പ്രളയം പോലെയുള്ള മഹാവിപത്തുക്കൾ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സമൂഹമാണ് തൊഴിലാളികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികളാണ് അവർക്ക് കൈത്താങ്ങായിട്ട് അവരുടെ കൂടെ നടത്തിക്കൊണ്ടു പോകുന്നത്. പ്രത്യേകിച്ച് ഈ കുടിയേറ്റ കരാർ തൊഴിലാളികൾക്കായിട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലെ കോൺട്രാക്ട് ലേബർ അഡ്വൈസറി ബോർഡ് ഒരു ഏകാംഗ തൊഴിൽ വിദഗ്ധ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. ഇവിടെയാണ് നമ്മൾ മലയാളികൾക്ക്, നമ്മൾ കേരളീയർക്ക് അഭിമാനമായിട്ടുള്ള കാര്യം നടന്നത്. ആ കമ്മീഷനായിട്ട് നിയോഗിക്കപ്പെട്ടത് ഒരു മലയാളിയും ഒരു പ്രശസ്ത സാഹിത്യകാരനും അതിലുപരി ഒരു റിട്ടയർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമാണ്. അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറയാൻ നമുക്ക് സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാനാവില്ല. കാരണം ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് മേഖലയിലെ അഗ്രഗണ്യൻ. തൻ്റെ സിവിൽ സർവീസ് ജീവിതത്തിനിടയിൽ യുഎന്നിൻ്റെ ദ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് പുരസ്കാരം ഉൾപ്പെടെ 30-ൽ പരം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒരു മികച്ച സാഹിത്യകാരനും ഒരു മികച്ച വാഗ്മിയുമൊക്കെയായ ഡോക്ടർ CV ആനന്ദബോസ് IAS അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടി അത്യാദരവോടുകൂടി സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സാർ. സർ, ഞങ്ങൾ കേരളീയരെ സംബന്ധിച്ചുള്ള അങ്ങയുടെ ഈ ഒരു ലേബർ മാനേജ്മെൻറ്റിൽ അങ്ങ് നൽകിയ സേവനം, അങ്ങ് നൽകിയ സംഭാവന ഒന്നുകൊണ്ട് മാത്രമായിരിക്കും തീർച്ചയായിട്ടും അങ്ങ് ഈ കമ്മീഷനായിട്ട് നിയോഗിക്കപ്പെട്ടത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണത്. ഇങ്ങനെ ഒരു ഏകാംഗ വിദഗ്ധ കമ്മീഷനെ നിയമിക്കാനുണ്ടായ അല്ലെങ്കിൽ രൂപീകരിക്കുവാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് സർ? ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് എന്ന് പറയും പോലെ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരു ഏകാംഗ തൊഴിൽ കമ്മീഷൻ വേണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചതും കേന്ദ്ര തൊഴിൽ വകുപ്പിൻ്റെ ഭാഗമായ തൊഴിൽ ഉപദേശക സമിതിയിലൂടെ അങ്ങനെയൊരു നിയമനം നടപ്പാക്കിയത്. അതിൻ്റെ പശ്ചാത്തലം കോവിഡ് മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്ന സമയത്ത് നാമൊക്കെ കണ്ടു ദാരുണമായൊരു കാഴ്ച. തലച്ചുമടുമായി ആയിരക്കണക്കിന് അന്യദേശ തൊഴിലാളികൾ പലായനം ചെയ്യുന്നത് നാം കണ്ടു. ഗവൺമെൻറ് തീരുമാനിച്ചു ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് സത്വരമായ പരിഹാരം കണ്ടെത്താൻ, അതുപോലെ ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനും ശുപാർശകൾ സമർപ്പിക്കാനും ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന്. ആ നിയോഗം എളിയവനായ എനിക്കാണ് നൽകിയത്. ഈ കമ്മീഷൻ എന്തുകൊണ്ടുണ്ടായി എന്നതിൻ്റെ സാഹചര്യം വിവരിക്കാൻ ടർഗനീവിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം ഞാൻ പറയുകയാണ്. അദ്ദേഹം ഒരിക്കൽ പതിവ് നടത്തത്തിനായി പോയി മഞ്ഞ് കോച്ചുന്ന സമയമാണ്. റഷ്യയിലെ മഹാസാഹിത്യകാരനായ ടർഗനീവ്. അദ്ദേഹം കാണുന്ന ഒരു മരച്ചുവട്ടിൽ കൊടും തണുപ്പിൽ ഒരു കമ്പിളി പുതപ്പ് പോലും ഇല്ലാതെ ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരൻ 2 കൈകളും നീട്ടി ഭിക്ഷയായിരിക്കുകയാണ്. ടർഗനീവിന് അത്ഭുതം തോന്നി. അദ്ദേഹം ഇവനൊരു റൂബിൾ കൊടുക്കാം എന്ന് കരുതി പോക്കറ്റിൽ കൈയിട്ട് നോക്കി ഒരു കോപ്പയ്ക്ക് പോലും എടുത്തിട്ടില്ല. ഈ ഭിക്ഷക്കാരൻ്റെ 2 കൈകളും പിടിച്ചുകൊണ്ട് ടർഗനീവ് പറയുന്നു, സഹോദര, നിങ്ങൾക്ക് നൽകാൻ എൻ്റെ പക്കൽ ഒരു കോപ്പക്ക് പോലും ഇല്ലാതായല്ലോ എന്ന്. ആനന്ദാശ്രുകൾ പൊഴിച്ചുകൊണ്ട് ഈ ഭിക്ഷക്കാരൻ പറഞ്ഞു, എന്നെ സഹോദര എന്ന് വിളിച്ചില്ലേ, അതിനേക്കാൾ വലിയ ഒരു ദാനം എന്താണ് ഉള്ളത് എന്ന്. ഇന്ത്യ മുഴുവൻ തെരുവിലായ നമ്മുടെ തൊഴിലാളികളെ സഹോദര എന്ന് വിളിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തി. ആ ദേശീയ മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ഏകാംഗ കമ്മീഷൻ എന്ന് എനിക്ക് തോന്നുന്നു. സർ, അങ്ങ് തീർച്ചയായിട്ടും ഒരു സമഗ്രമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നൽകുകയുണ്ടായി. എന്തൊക്കെ പ്രധാനപ്പെട്ട ശുപാർശകളാണ് അതിൽ നൽകിയിരിക്കുന്നത്? ഈ ശുപാർശകൾ തൊഴിലാളികളുമായും തൊഴിൽദായകരുമായും സർക്കാരിൻ്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയതാണ്. അങ്ങനെ പറയാൻ കാരണം തൊഴിൽ വകുപ്പിൽ എപ്പോഴും ത്രികക്ഷി സമ്പ്രദായമാണ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നിഷ്കർഷിച്ച 3 കക്ഷികളുമായി ചർച്ച ചെയ്തിട്ട് വേണം തൊഴിൽ വകുപ്പിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ 3630 ആളുകളുമായി ഇന്ത്യക്ക് വെളിയിലുമുള്ളവരുമായും അതുപോലെ വിദഗ്ധരുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് തൊഴിലാളികൾക്ക് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ 75 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായത്
തൊഴിലാളികൾക്ക് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഉടനടി പരിഹാരം നൽകുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്ന്, ഇന്ത്യയിലെ എല്ലാ തൊഴിലാളികളെയും, ഈ മൈഗ്രൻ്റ് ലേബർ മാത്രമല്ല, കോൺട്രാക്ട് വർക്കേഴ്സ് മാത്രമല്ല, എല്ലാ തൊഴിലാളികളുടെയും ഒരു ദേശീയ രജിസ്ട്രി തുടങ്ങണം എന്ന് നിർദ്ദേശിച്ചു. ദേശീയ രജിസ്ട്രി മാത്രം പോരാ, അവർക്കെല്ലാം യുണീക്ക് അവരുടെ തിരിച്ചറിയൽ കാർഡ് നൽകണം. ഇന്ത്യയിലെ ഏത് ഭാഗത്തു നിന്നാലും ഏത് സംസ്ഥാനത്തായിരുന്നാലും അവരെ തിരിച്ചറിയാൻ പറ്റും. അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായും വ്യക്തമായും അവർക്ക് കിട്ടാൻ കഴിയണം. വലിയൊരു കാര്യം തന്നെയാണ് സാർ. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ നിർദ്ദേശം ഗവൺമെൻറ് അംഗീകരിച്ചു. ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം അതാണ്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതൊരു തീരുമാനമായി 640 കോടി രൂപ മുടക്കിയ ഒരു പ്രോജക്റ്റിന് അനുമതിയും നൽകിക്കഴിഞ്ഞു. അതുപോലെ ഒരു ചിരകാലാഭിലാഷമായിരുന്നു വൺ നേഷൻ വൺ റേഷൻ കാർഡ്, ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ്. അത് നടപ്പാക്കാൻ പല നൂലാമാലകളും ഉണ്ടായിരുന്നുവെങ്കിലും അതും ഗവൺമെൻറ് നടപ്പാക്കി കഴിഞ്ഞു. അങ്ങനെ ഇനിയുള്ളത് ഇതുപോലുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ, അത് പേമാരിയാകാം, ഉരുൾപൊട്ടലാകാം, പ്രകൃതി ദുരന്തങ്ങളാകാം, ഇതുപോലെ പാൻഡമിക് പോലുള്ള അങ്ങനെ വരുമ്പോൾ 3-6 മാസത്തേക്ക് തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഡയറക്റ്റ് പേയ്മെൻറ്റ്, അഷ്വേർഡ് ബേസിക് ഇൻകം അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. അതിന് സമാനമായ ഒരു നിർദ്ദേശം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ കാലത്ത് നടപ്പാക്കിയുണ്ടായി. കർഷകർക്ക് 6000 രൂപ 3 ഘട്ടങ്ങളായി, ഗഡുക്കളായി നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ യോജന. അതുപോലെ തൊഴിലാളികൾക്കും കൊടുക്കാനുള്ള നിർദ്ദേശം ഇതിലുണ്ട്. ദൂരവ്യാപകമായി ഫലം ഉണ്ടാക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. തൊഴിലാളിക്ക് ഒരു ഇൻഷുറൻസ് ലിങ്ക്ഡ് പെൻഷൻ പദ്ധതി. ഒരു തൊഴിലാളി, അവൻ തൊഴിലാളിയും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരു മൂന്നിലൊന്ന് വെച്ചെടുത്ത് ഇൻഷുറൻസ് പ്രീമിയം ചെറിയ തുക അടച്ചാൽ ആ തൊഴിലാളിക്ക് 60 വയസ്സ് കഴിയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ 5000 രൂപ പ്രതിമാസ പെൻഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഫലപ്രദമായി നടപ്പാക്കാൻ ഉചിതമായ ഒരു ഉന്നതാധികാര സമിതി, ലേബർ അതോറിറ്റി ഓഫ് ഇന്ത്യ, അത് പുതിയതായ ഒരു സംവിധാനമാണ്. തൊഴിലാളികളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ചുരുങ്ങിയ ചെലവിൽ കിട്ടാൻ വേണ്ടി ഒരു ലേബർ അക്കാഡമി, ഇങ്ങനെ ചില നൂതനമായ സംവിധാനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ്, അതും ശുപാർശ ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളുടെ മക്കളെയും തൊഴിലാളികളെയും സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, മൾട്ടി സ്കില്ലിംഗ് ഇത് നടത്തി ലോക തൊഴിൽ മാർക്കറ്റ് പിടിച്ചടക്കാൻ പ്രാപ്തരാക്കുക. അത് വളരെ ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കോവിഡാനന്തര ലോകക്രമത്തിൽ ധാരാളം പുതിയ തൊഴിൽ സാധ്യതകൾ വരും, പുതിയ തൊഴിൽ മേഖലകൾ വരും. അതാര് അവിടെ എത്തും എന്നുള്ളത് എല്ലാവരും അതിന് മത്സരിക്കും. പക്ഷേ ഇന്ത്യക്ക് അതിനുള്ള ഒരു പ്രധാന ഗുണം, നമ്മുടെ ആവറേജ് പ്രായം 25ആണ്, അമേരിക്കയുടെ 40ആണ്, യൂറോപ്പിൻ്റെ 46ആണ്, ജപ്പാൻ്റെ 47ആണ്. 2030 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യം ഇന്ത്യയായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളികളെ, യുവാക്കളെ പ്രാപ്തരാക്കി ലോകക്രമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗഭാഗിത്വം അവർക്കുണ്ടാകണം, അവർക്ക് വരുമാനം ഉണ്ടാക്കണം. ഇങ്ങനെ ചെറുതും വലുതുമായ പല നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ ലോകത്തിൻ്റെ 1ാം സ്ഥാനത്തേക്ക്, തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയെ തന്നെ, ഈ തൊഴിലാളികളെ തന്നെ നമ്മൾ ആദ്യം പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും വികസനം അതിൻ്റെ ചെറിയ അളവിൽ തന്നെ, ചെറിയൊരു പാർട്ടിൽ തന്നെ അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സർ, നമ്മൾ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടതാണ് പ്രവാസികളായിട്ടുള്ള നിരവധി ആളുകൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരികയാണ്. അവരെ സംബന്ധിച്ച് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്കായിട്ട് ഈ ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും എന്തൊക്കെ ശുപാർശകളാണ് അങ്ങയുടെ ആ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്? അത് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്, ഒരു ചോദ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് പ്രവാസികളാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വിളിക്കുന്നത് തന്നെ മണി ഓർഡർ എക്കോണമി എന്നാണ്. നമ്മുടെ മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കൾ, അവർ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി ഉണ്ടാക്കിയ പണം കൊണ്ടാണ് നാം ജീവിക്കുന്നത്. പക്ഷെ അവർക്ക്, നമ്മെ താങ്ങി നിർത്തിയ പ്രവാസികൾക്ക്
ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർക്ക് കൈത്താങ്ങ് കൊടുക്കാൻ, അത്താണിയൊരുക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ അത് ഈ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്തിടലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നൊരു കാര്യമാണ്. ചില ബുദ്ധിമുട്ടുകൾ കോവിഡിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവർക്കുണ്ടായി. നാട്ടിലേക്ക് പോകാൻ പറ്റില്ലേ, നാട് ഞങ്ങളെ സ്വീകരിക്കില്ലേ, അങ്ങനെ ഒരു വലിയ നിരാശാബോധം അവർക്കുണ്ടായി. ആ സമയത്താണ് കമ്മീഷൻ അവരുടെ കാര്യം കൂടി പരിഗണിക്കണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ പറയാനുള്ള കാരണം ഈ മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കകത്തുള്ളവർ മാത്രമല്ല, ഇൻ്റർനാഷണൽ മൈഗ്രൻസ്, ജോലി നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് കൊണ്ട് പല നിർദ്ദേശങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഉണ്ടാക്കി. അതിലൊന്ന്, അവർ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ തൽക്കാലത്തേക്ക് 6 മാസത്തേക്ക് അവർക്കൊരു മിനിമം ലിവിങ് വേജ് കൊടുക്കുക. ഒരു തുടക്കത്തിന് ഉള്ള ഒരു ആശ്വാസം എന്ന നിലയിൽ. അതുകൊണ്ടായില്ല, അവരവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു വലിയ മാനുഷിക വിഭവ ശക്തിയുമായിട്ടാണ് അവർ വരുന്നത്. ചൈനയിൽ നിന്ന് കോവിഡിന് ശേഷം ലോകത്തെ പല ബഹുരാഷ്ട്ര കമ്പനികളും മറ്റ് രാജ്യങ്ങളിലേക്ക് പറിച്ചു നടാൻ വെമ്പൽ കൊള്ളുകയാണ്. അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇന്ത്യയാണ്. കേരളത്തിൻ്റെ നമ്മുടെ തൊഴിലാളികൾ വിദേശത്ത് നിന്ന് വരുന്നവർക്കുള്ള കൈമുതലായിട്ടുള്ളത് ദർ എ ട്രഷർ ഹൗസ് ഓഫ് എക്സ്പീരിയൻസ്. മൾട്ടിനാഷണൽ, മൾട്ടി ലിംഗ്വൽ, മൾട്ടി കൾച്ചറൽ സംവിധാനത്തിൽ പരിചയം അവർക്കുണ്ട്. അതൊരു വലിയ അപൂർവമായൊരു പരിചയസമ്പത്താണ്. അതുകൊണ്ട് അവരെ വീണ്ടും റീസ്കിൽ ചെയ്ത് അവരെ പുതിയ വ്യവസായങ്ങളിൽ അതിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക. 1. 2, ചെറിയ തുകയുമായി വരുന്നവരുണ്ട്. ആ ചെറിയ തുക കൊണ്ട് അത് നിക്ഷേപിച്ച് ഒരു വ്യവസായം തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ തുകകൾ നിക്ഷേപിച്ച് വ്യവസായം തുടങ്ങാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ഒരു പുതിയ കമ്പനിയോ അത് തുടങ്ങുക. അത് സർക്കാരിൻ്റെയും PPP മോഡലിൽ തുടങ്ങുക എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. 3ാമതൊന്ന്, അവരുടെ കുട്ടികൾ നല്ല സ്കൂളിൽ പഠിച്ചു, നല്ല വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്, അതുപോലെ ആരോഗ്യ പരിപാലനമൊക്കെ, ഇതെല്ലാം ശീലിച്ചതിന് ശേഷം പെട്ടെന്ന് നാട്ടിലേക്ക് വന്ന് അവർക്ക് ഗുണനിലവാരമില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നാൽ വലിയ നിരാശയായിരിക്കും. അതുകൊണ്ട് ഗ്ലോബൽ വില്ലേജുകൾ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ മറ്റ് അലൈഡ് രംഗത്തും ലോക നിലവാരമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഗ്ലോബൽ വില്ലേജുകൾ ഇന്ത്യയിൽ, കേരളത്തിൽ സ്ഥാപിക്കുക. പിന്നൊന്ന്, അവിടെ നിന്നും വരുന്ന വ്യവസായികൾക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും വ്യവസായം തുടങ്ങാൻ വേണ്ടി സ്പെഷ്യൽ എക്കണോമിക് സോൺസ് തുടങ്ങുക. അതിനേക്കാളൊക്കെ വളരെ അധികം ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളത് എന്ന് അവർ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് പ്രവാസികൾക്ക് അവരുടേതായ MP-മാരോ MLA-മാരോ ഇല്ല. അവർക്ക് വോട്ടവകാശമുണ്ട്. പക്ഷെ അവരിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഒന്നുകിൽ തിരുവനന്തപുരം MP, കോട്ടയം MP, കൊച്ചി MP ആയിരിക്കും. അതല്ല, ഗൾഫിലുള്ള ഇന്ത്യക്കാർക്ക് അവരുടെ ഇടയിൽ നിന്ന് തന്നെ MP-മാരെ കിട്ടത്തക്ക രീതിയിൽ വെർച്വൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതാണ് കൽപ്പിത നിയോജക മണ്ഡലങ്ങൾ തുടങ്ങിയിട്ട് അവർ തന്നെ അവരിൽ നിന്ന് എലക്ട് ചെയ്ത് പാർലമെൻറ്റിലേക്കും ഒരു ഘട്ടത്തിൽ അസംബ്ലിയിലേക്കും പഞ്ചായത്തിലേക്കുമൊക്കെ ഇത് വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ശുപാർശ മാത്രമാണ്. ഇതിൻ്റെ നിയമവശങ്ങൾ അതുപോലെ ഇതിൻ്റെ നയപരമായ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. എങ്കിലും ഇത് പ്രവാസികൾ വളരെ 2 കൈയും നീട്ടി സ്വീകരിച്ചതായിട്ടാണ് പൊതുവെ കിട്ടിയ ഫീഡ്ബാക്ക്. സർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. സാമൂഹിക പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, പറഞ്ഞാട്ടെ, ആരാണ് വിളിക്കുന്നത്? ആ, നമ്മുടെ കൂടെ ഇന്ന് ഡോക്ടർ CV ആനന്ദബോസ് സാറുണ്ട്. ആ, ഞാൻ 35 കൊല്ലത്തോളം ജോലി ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ കമ്പനി ആയിരുന്നു. അത് പെയിന്റ് കമ്പനിയാണ്. പേര് പറയുകയാണെങ്കിൽ പറയാം, പക്ഷെ ഉദ്യോഗസ്ഥയിൽ കൂടി അത് പ്രത്യേകം ചെയ്യേണ്ട അവരുടെ പേര്. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ ആ കമ്പനിയുടെ പേര് നിങ്ങൾ രഹസ്യമാക്കി വെക്കും. ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാനായിട്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കണ്ട. അതുകൊണ്ടാണ്. ശരി, പറയണ്ട, സാറിനോട് സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. എന്റെ പേര് രവീന്ദ്രനാണ്. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്. ഞാൻ 35 കൊല്ലം ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. 35 കൊല്ലം ജോലി ചെയ്തത് എനിക്ക് സുഖമില്ലാണ്. ഞാൻ അവിടുന്ന് റിട്ടയർമെന്റ് ആയിട്ടല്ല വന്നു. വാർഡ് റിട്ടയർമെന്റ് എടുത്തിട്ട് പോകുന്നത്. വയ്യാണ്ട്, ഓപ്പറേഷൻ ഒക്കെ ആയിട്ട് വയ്യാണ്ട് പോകുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറൊക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് 1530 രൂപയാണ് പെൻഷനായിട്ട് കിട്ടുന്നത്, PF കിട്ടുന്നത്. ഞാൻ തിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് 3 ലക്ഷം രൂപയോളം ക്രോൺ ഫണ്ട് ഉണ്ടായിരുന്നു. ബേസിക് വളരെ കുറവായിരുന്നു.
ഇവിടെ നോക്കിയത് വരെ നാമത്തെടുത്ത് ഞാൻ 71 ജോലി കയറിയതാണ്. 2008 വരെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ PF-ന്റെ പെൻഷൻ എന്തെങ്കിലും പോട്ടി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് അന്വേഷിച്ചത്. ടീച്ചർ പറയുന്നത് ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർക്ക് 3 ഗവൺമെന്റ്, 2 ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആ വ്യക്തിയും കൂടി ചേർന്ന് ആ തൊഴിലാളിയും കൂടി പൈസ ഇട്ടാൽ പെൻഷൻ 5000 കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇനി എനിക്കതിന് പറ്റില്ലല്ലോ, ഇത്രയും പ്രായമായിട്ടല്ലേ. അപ്പൊ എനിക്ക് എന്തെങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക്, എനിക്ക് മാത്രമല്ല എന്നോടൊപ്പം ഇതേപോലെ അനുഭവിക്കുന്നവർക്ക് കിട്ടാൻ എന്തെങ്കിലും മാർഗം. സാധാരണ ബാങ്കിലോ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട്, 5000 കൊടുക്കും. അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ 1500 രൂപ കൊണ്ട് എങ്ങനെ ഒരു മാസം ജീവിച്ചു പോകും? നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാർ എന്തെങ്കിലും നിർദ്ദേശം നരേന്ദ്രമോദി സാറിനോട് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഇന്ന് ചോദ്യം. ഇത് താങ്കളുടെ നല്ലൊരു മറുപടി കിട്ടിയ ഉപകാരമായിരുന്നു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്റെ നമ്പർ നിങ്ങളുടെ വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഓക്കെ, സാറ് പറയട്ടെ. സാർ ഇനി പറയും, മറുപടി പറയും. സാർ പറഞ്ഞോളൂ. അങ്ങയുടെ പ്രശ്നം മനസ്സിലായി. രവീന്ദ്രൻ പേര്. ചോദ്യം ചോദിച്ചതിന് നന്ദിയുണ്ട്. ഇത് രേഖാമൂലം തരാമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരുമായി അത് ടേക്കപ്പ് ചെയ്യാം. ഇത് പഠിച്ചിട്ട് സമാനമായ മറ്റ് കേസുകളും ഉണ്ടാവുമല്ലോ, അവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരും കോമ്പിറ്റൻ്റ് അതോറിറ്റീസുമായി അത് ടേക്കപ്പ് ചെയ്യാം. 2, ഇതുപോലെ സമാന രീതിയിൽ ഉള്ളവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് കമ്മീഷൻ ഉചിതമായ ശുപാർശ അതിൻ്റെ റിപ്പോർട്ടിൽ നൽകുന്നതായിരിക്കും. കേട്ടു എന്ന് വിചാരിക്കുന്നു. സാർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സർ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങയുടെ ഈ ഒരു കമ്മീഷനിലൂടെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വിളിക്കുന്നത്. സർ, ഇപ്പോൾ അദ്ദേഹം തന്ന നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും തൊഴിലാളികൾക്ക് ഇതുപോലുള്ള അവരുടെ സംശയം ദൂരീകരിച്ചു കൊടുക്കാനും സഹായം കൊടുക്കാനുള്ള ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ സ്ഥാപിക്കണം എന്നൊരു ശുപാർശ കമ്മീഷൻ റിപ്പോർട്ടിൽ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും. എന്തായാലും സാമൂഹ്യ പാഠത്തിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരട്ടെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു സാർ. നമ്മൾ പ്രവാസികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കലാകാരന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമുക്കറിയാം സാർ, അവശ്യ കലാകാരന്മാർ ഇഷ്ടം പോലെ, അതുപോലെ സാംസ്കാരിക രംഗത്തുള്ളവർ നിരവധി ആളുകൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവർക്കായിട്ട് അങ്ങ് ഒരു പ്രത്യേകം നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ നൽകിയെന്ന് അറിഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കലാകാരന്മാർ, അതുപോലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പൈതൃക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ സമൂഹത്തിൻ്റെ രംഗമധ്യത്തിലേക്ക് വരേണ്ടവരാണ്. 46.5 കോടി തൊഴിലാളികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 46.5 കോടി ജനങ്ങൾക്ക് വേണ്ടി ഏത് കാര്യം ചെയ്താലും അതിൽ കലയും സാഹിത്യവും ഒക്കെ ഉണ്ടാവും. കലാകാരന്മാർ വളരെ അവശത അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ്. ഈ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ 300-300 കലാകാരന്മാരുമായി ചർച്ച നടത്തി. അതിൽ കേരളത്തിൽ തന്നെ സംഗീത നാടക അക്കാദമി, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, ഫോക്ലോർ അക്കാദമി, അതിൻ്റെയൊക്കെ ചെയർമാന്മാരും ഈ അടുത്ത കാലത്ത് പത്മഭൂഷണും പത്മശ്രീയും ഒക്കെ കിട്ടിയ കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ടായിരുന്നു. സിനിമാ രംഗത്തുള്ളവരുണ്ടായിരുന്നു, മിമിക്രി രംഗത്തുള്ളവരുണ്ട്, ഓട്ടംതുള്ളൽ, അതുപോലെ കഥാപ്രസംഗം, ആരെയും വിട്ടുകളഞ്ഞിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നാം ഈ കലാകാരന്മാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ആദരവ് കൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റില്ല. വളരെ ദയനീയമായ ചില, വിശേഷിച്ചും നൃത്ത അധ്യാപികമാർ, അവരെയൊക്കെ നാം ആദരിക്കുന്നു, ആചാര്യ ഗുരുക്കൾ ആയിട്ടൊക്കെ ആദരിക്കുന്നു. പക്ഷേ ഒരു 65-70 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ചിലങ്ക ചലിപ്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അവർക്ക് പെൻഷനില്ല, അവർക്ക് യാതൊരു വരുമാന മാർഗവുമില്ല. അതുകൊണ്ട് വളരെ സമഗ്രമായ 101 ശുപാർശകളാണ് കലാകാരന്മാർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന്,
ആദ്യം സൂചിപ്പിച്ചതുപോലെ കലാകാരന്മാർക്കും അവരുടെ ദുരന്തം അനുഭവിക്കുന്ന സമയങ്ങളിൽ അവർക്കും നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു അഷ്വേർഡ് ബേസിക് ഇൻകം കൊടുക്കുക. കലാകാരന്മാർക്ക് പെൻഷൻ ഈ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് ലിങ്ക്ഡ് പെൻഷനാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് മിനിമം പെൻഷൻ 5000 രൂപയെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ശുപാർശയുണ്ട്. മാത്രമല്ല ഈ കലാകാരന്മാരെ പ്രൊഫഷണൽസായിട്ട് അംഗീകരിക്കണം. സാർ ഇടപെടുകയാണ്, നമുക്കൊരു കോളുണ്ട്. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് ശൈലേഷ് ആണ്. എവിടെ നിന്നാണ്? സ്വദേശം? ആ, നമ്മുടെ ബഹുമാനപ്പെട്ട ആനന്ദബോസ് സാറ് കൂടെയുണ്ട്. സംസാരിച്ചോളൂ, അദ്ദേഹത്തോട് സംസാരിച്ചു. ശൈലേഷ് നമസ്കാരം. ചോദിക്കാനുള്ള എന്താ വെച്ചാല്, ഇപ്പൊ ഞാനൊരു വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോ നാട്ടിൽ വന്നൊരു പ്രവാസിയാണ്. അപ്പം ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും നമുക്ക് ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഈ കമ്മീഷൻ മുഖാന്തരം അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അങ്ങനെ പ്രത്യേക എന്താ പറയാ സംഘടന മുഖാന്തരം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് സാധ്യതകളുണ്ടോ? ചോദ്യം വളരെ വ്യക്തമാണ്. കമ്മീഷന്റെ ശുപാർശയിൽ ഇത് സംബന്ധമായ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ സ്കിൽ മാപ്പിംഗ് നടത്തുക. ഓരോരുത്തർക്കും എന്തൊക്കെ യോഗ്യതയാണ്, എന്തൊക്കെ കഴിവാണ്, എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഉള്ളതെന്ന് വ്യക്തമാക്കുക. എന്നിട്ട് അവരെ തൊഴിലവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഓവർസീസ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥാപിക്കുക. ഈ 2 കൂടാതെ ആദ്യം പറഞ്ഞ നിർദ്ദേശം, അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു 6 മാസത്തേക്ക് ഇടക്കാല ആശ്വാസമായി ഗവൺമെൻറ് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു തുക എത്തിച്ചു കൊടുക്കുക. അതുകൂടാതെ ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ വിദേശത്തു നിന്നും വന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രാവീണ്യമുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് തലത്തിൽ യൂട്ടിലിറ്റി സെൻ്ററുകൾ തുടങ്ങുക. അവിടെ ഡ്രൈവറാകാം, മെക്കാനിക്കാവാം, പ്ലംബറാവാം, ഇലക്ട്രീഷ്യനാവാം, ആരുമാവട്ടെ, അവർക്ക് ഇന്ത്യയിലും അവരുടെ പ്രവൃത്തി തുടരുന്ന രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ പഞ്ചായത്തുകളിൽ ഇതുപോലെ സ്പെഷ്യൽ യൂട്ടിലിറ്റി സെൻറ്റേഴ്സ് തുടങ്ങുക. അവരെ തന്നെ വീണ്ടും റീട്രെയിൻ ആൻഡ് മൾട്ടി ട്രെയിൻ, സ്കിൽ ആൻഡ് മൾട്ടി സ്കില്ലിംഗ്, മൾട്ടി സ്കില്ലിംഗ്, ഈ പ്രക്രിയയിലൂടെ വീണ്ടും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് റിവേഴ്സ് മൈഗ്രേഷനാണ്. അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരുന്നു. ഇനി റീമൈഗ്രേഷൻ്റെ ഒരു ഘട്ടം വരും. ആ സമയത്തേക്ക് ലോകത്ത് ആവശ്യമുള്ള പുതിയ തൊഴിലവസരങ്ങളെല്ലാം അതിൻ്റെ പ്രയോജനം നേടിയെടുക്കത്ത രീതിയിൽ കപ്പാസിറ്റി ബിൽഡിംഗ് നടത്തുക. ഇങ്ങനെ 3-4 നിർദ്ദേശങ്ങളാണ് അങ്ങിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തമായ ശുപാർശകൾ എന്നെനിക്ക് തോന്നുന്നു. ഏതെങ്കിലും പുതിയ ശുപാർശ അങ്ങേക്കുണ്ടെങ്കിൽ നിശ്ചയമായും തരിക, അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാം. വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സർ, ഈ നിർദ്ദേശങ്ങൾ പറയുവാനും മുമ്പേ രവീന്ദ്രൻ സാർ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുവാനും അങ്ങയുടെ കമ്മീഷനുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുക, അതിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുക? കമ്മീഷൻ നേരിട്ട് കത്തെഴുതിയാൽ മതി. അതിൻ്റെ മിനിസ്ട്രി ഓഫ് ഞാൻ തരാം, അതിൻ്റെ വ്യക്തമായിട്ട് അത് പിൻകോഡൊക്കെ ഉപയോഗിച്ച് തരാം. അതിവിടെ ഏൽപ്പിക്കാം. ശരി. ബന്ധപ്പെട്ടവരെ കൊടുത്താൽ മതി. കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട തീർച്ചയായിട്ടും കമ്മീഷൻ വെബ്സൈറ്റിൽ നമ്മൾ തിരക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കണം? വെബ്സൈറ്റിൽ മിനിസ്ട്രി ഓഫ് ലേബർ ഓൺമാൻ കമ്മീഷൻ എങ്ങനെയാണ് അതിനെ നമ്മൾ ചെയ്യേണ്ടത്? തൽക്കാലം ഇവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന നിലയ്ക്ക് വ്യക്തിപരമായി എനിക്ക് തന്നെ എഴുതട്ടെ. ടെലിഗ്രാം അല്ല, ഇവരെ ഇമെയിൽ ചെയ്താൽ മതി, അല്ല വാട്സപ്പ് ചെയ്താൽ മതി. എൻ്റെ നമ്പർ 9991448882 എന്നാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, 9991448882. അല്ലെങ്കിൽ ഇമെയിൽ, എൻ്റെ മറ്റൊരു തസ്തികയുടെ ഇമെയിൽ തന്നെയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്, advisormeghalaya@gmail.com. റിപ്പീറ്റ്, advisor ADVISOR meghalaya@gmail.com. ഇതിലേക്ക് അയച്ചാൽ മതിയാവും. advisormeghalaya@gmail.com. പ്രിയപ്പെട്ട പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ക്ഷേമകാര്യങ്ങൾക്കുള്ള
നിർദ്ദേശം, ഒരു നിർദ്ദേശം നമ്മൾ പറഞ്ഞു, ബാക്കി നിർദ്ദേശങ്ങളിലേക്ക് നമുക്ക് പോകാം. ചില പുതിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങാനും നിർദ്ദേശമുണ്ട്. ഒന്ന് ആർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അതുപോലെ ഇന്ത്യയുടെ കലാരൂപങ്ങൾ അത് വിദേശങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ വർഷവും വിദേശ രാജ്യങ്ങളിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽസ് സംഘടിപ്പിക്കാം. 10,000 നമ്മുടെ കലാകാരന്മാർക്ക് അവിടെ അവസരം കിട്ടും. മറ്റൊന്ന്, ഇന്ത്യയുടെ കലാരൂപങ്ങൾ നമുക്ക് സോഫ്റ്റ് പവർ എന്നൊരു സങ്കല്പമുണ്ട്. കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സംസ്കാരത്തിലൂടെയും പൈതൃകത്തിലൂടെയും വളരുന്നതാണ് സോഫ്റ്റ് മൃദുല ശക്തി എന്ന് പറയുന്നത്. ഈ മൃദുല ശക്തി ഉപയോഗിച്ച് ലോകത്തെ സ്വാധീനിക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തൊട്ടടുത്ത ചൈനയാണ്. ചൈനയ്ക്ക് കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു പ്രസ്ഥാനമുണ്ട്. അത് ലോകത്തിലെ 430 കേന്ദ്രങ്ങളിൽ ചൈനീസ് സംസ്കാരം വളർത്തിയെടുക്കാനും കലാരൂപങ്ങൾ പ്രചരിപ്പിക്കാനും ചൈനയുടെ ആഭിമുഖ്യം ഉണ്ടാക്കാനും അവർ ചെയ്യുന്നതാണ്. നമുക്ക് അങ്ങനെയൊരു സംവിധാനം ഇല്ല. അതുപോലൊരു സംവിധാനം അമേരിക്കയ്ക്കുണ്ട്, ജപ്പാനുണ്ട്, മിക്ക രാജ്യങ്ങൾക്കുമുണ്ട്. ഇന്ത്യക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ പൈതൃകം ആണ് നമുക്കുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകം അത് അംഗീകരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ ലോകത്ത് സോഫ്റ്റ് പവർ ഉയർത്തുന്ന മൃദുല ശക്തി ഉയർത്തുന്ന 30 രാജ്യങ്ങളിൽ ഇന്ത്യയില്ല. ഏഷ്യയിൽ പോലും 5 രാജ്യങ്ങളിൽ ഇന്ത്യയില്ല. അപ്പോൾ അത് ഗവൺമെൻറ് അതിനെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ ഇത് പറയുകയുണ്ടായി. മറ്റൊരു കാര്യം, ചരിത്രപരമായി ആർണോൾഡ് ടോയിൻബി പറഞ്ഞു, ദ ചാപ്റ്റർ വിച്ച് ഹാഡ് എ യൂറോപ്യൻ ബിഗിനിങ് ഷുഡ് ഹാവ് ആൻ ഇന്ത്യൻ എൻഡിങ് എന്ന്. ഇനിയുള്ള ലോകക്രമം 200 വർഷക്കാലത്തെ യൂറോപ്യൻ മേധാവിത്വത്തിന് ശേഷം ലോകത്തെ ഭരിക്കുന്നത് ഇന്ത്യൻ മൂല്യങ്ങളായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുതിച്ചുചാട്ടമുണ്ട്. അതിൻ്റെയും കൂടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് കമ്മീഷൻ ശുപാർശകൾ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന്, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ കല പ്രോത്സാഹിപ്പിക്കുക. 2, നമ്മുടെ കലാകാരന്മാരെ നമ്മുടെ വിദേശ എംബസികളിൽ ഇന്ത്യയുടെ ആർട്ട് എൻവോയ്സായിട്ട് നിയമിക്കുക. അവരിലൂടെ ലോകം മനസ്സിലാക്കട്ടെ കലയെന്തെന്ന്. ധാരാളം കലാകാരന്മാർക്ക് അംഗീകാരം കിട്ടും. അവർ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രൊഫഷനായി ഈ കലാകാരന്മാരെ അംഗീകരിക്കണം. കലാകാരന്മാർക്ക് ഗ്രേഡിംഗ് നടത്തി അവർക്ക് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ തുടങ്ങിയ മാന്യമായ റോള് നൽകണം. കാരണം പരമ്പരാഗത കലാകാരന്മാർ, വിശ്വകർമ്മജർ, അതുപോലെ പലരും അവർക്ക് ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ആർക്കിടെക്ചറിൽ ബിരുദമില്ല. ഈ ബിരുദം മാത്രം നോക്കി കൊടുക്കുന്നതിന് പകരം അവരുടെ കഴിവ് അളന്നതിന് ശേഷം അവർക്കും തത്തുല്യമായ പദവികൾ നൽകുക. പദവികൾ നൽകിക്കൊണ്ട് മാത്രമായില്ല, അവരെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളിൽ അധ്യാപകരായും മറ്റും നിയമിക്കാനും നമുക്ക് കഴിയണം. പിന്നീടുള്ളത്, എല്ലാ സംസ്ഥാനത്തും നമുക്ക് ആവശ്യമായിട്ടുള്ളത് കലാഗ്രാമങ്ങളാണ്. കല പുരോഗമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന കലാഗ്രാമങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവണം എന്നുണ്ട്. പിന്നൊന്ന്, ചെറിയ ഒരു രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞ മുദ്രാവാക്യം എന്ന് പറയാം, വീട്ടിൽ ഒരു ചിത്രം, നാട്ടിൽ ഒരു ശില്പം. അത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഒരു വീട് പണിയുമ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ചിത്രം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ചിത്രകാരന്മാർക്ക് പണിയായി അംഗീകാരമായി. നാട്ടിലൊരു ശില്പം ഓരോ പഞ്ചായത്തിനും ആ പഞ്ചായത്തിൻ്റെ ആത്മാവ് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കണം. ആയിരക്കണക്കിന് ശില്പികൾക്ക് അതുകൊണ്ട് അംഗീകാരം കിട്ടും, തൊഴിൽ കിട്ടും. സാർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പറഞ്ഞാട്ടെ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ഞാൻ കാട്ടാക്കട കിള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് സയ്യിദ് എന്നാണ്. സ്വാഗതം, സ്വാഗതം. ആനന്ദബോസ് സാറിനോട് സംസാരിച്ചോളൂ. സാറേ, ഞാൻ ഇലക്ട്രോണിക്സിന്റെ പണി ചെയ്യുന്ന ആളാണ്. ഓക്കെ, കാട്ടാക്കടയിലാണോ? കാട്ടാക്കട. അതെ സാറേ. സാറേ, നമ്മള് ഈ പണി ചെയ്യുന്ന എല്ലാവർക്കും പൊതുവെ ഈ മേഖലയിൽ ഇപ്പൊ ഏകദേശം ഒരു 5 വർഷത്തിൽ ഇത്തരം പണികളൊന്നും ഇല്ല സാറേ. പണികളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. തുച്ഛമായ വരുമാനങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നോ അല്ലെ സംസ്ഥാന സർക്കാരിൽ നിന്നോ എന്തെങ്കിലും കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാറേ? പെൻഷനായിട്ടോ എന്തെങ്കിലും? അതിൻ്റെ പൊതുവായ ചില നിർദ്ദേശങ്ങൾ ഈ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, തൊഴിൽ നഷ്ടപ്പെടുന്ന സമയത്ത് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ
തൊഴിലാളികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ബേസിക് മിനിമം ലിവിങ് വേജ് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട്. അത് വ്യക്തമാക്കാൻ ഞാൻ പറയുന്നു, കിസാൻ സമ്മാൻ പദ്ധതി പോലെ ഒരു പദ്ധതി. പിന്നീട് ഇവരെ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനത്തിലൂടെ പുതിയ പുതിയ മേഖലകളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുക. മറ്റൊന്ന്, 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് 5000 രൂപ പെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ശുപാർശ. ഇതുകൂടാതെ കാർഷിക രംഗത്ത് പുതിയ പുതിയ അവസരങ്ങൾ വരികയാണ്. ആ അവസരങ്ങളിൽ ഉപയോഗിച്ച് മറ്റ് രംഗങ്ങളിൽ നിൽക്കുന്ന താല്പര്യമുള്ളവരെ അഗ്രിപ്രൊണിയർഷിപ്പ്, കാർഷിക രംഗത്തെ സംരംഭക ആക്കി മാറ്റാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങേക്ക് ഏതാണ് കൂടുതൽ സ്വീകാര്യം എന്ന നിലയിൽ നോക്കി വേണ്ടത് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുക. വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ, ഞാൻ ഇടപെട്ടതും കോൾ വന്നുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ഷേമ കാര്യങ്ങളെ പറ്റിയായിരുന്നു. കലാകാരന്മാർക്കുള്ള കലാഗ്രാമം പറഞ്ഞു. അതുപോലെ വീട്ടിലൊരു ചിത്രം, നാട്ടിലൊരു ശില്പം എന്നുള്ള പറഞ്ഞു. ഒരു ചിത്രം, നാട്ടിലൊരു ശില്പം, വളരെ നല്ലൊരു. അതെ. അടുത്തത് പിന്നെയുള്ളത്, ഈ കലാകാരന്മാർക്ക് അവർക്ക് വരുമാനം മാത്രം പോരാ. കലാകാരൻ അംഗീകാരം ആവശ്യമാണ്, ആദരവ് ആവശ്യമാണ്. നമുക്കറിയാം ബീഥോവന് ചെവി കേൾക്കാൻ വയ്യായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു സിംഫണി കഴിയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നത്, കൈയടിക്കുന്നത് കേൾക്കാൻ വയ്യെങ്കിലും കാണാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ഏറ്റവും അധികം മൂല്യം നൽകിയിരുന്ന ആ അംഗീകാരത്തിനാണ്. എല്ലാ കലാകാരന്മാരും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കലാകാരന്മാർക്കായി ദേശീയ തലത്തിൽ 250ഓളം പുതിയ അവാർഡുകൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പഞ്ചായത്ത് തലത്തിൽ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തുകളെ ഏൽപ്പിക്കണം. അവരത് സന്തോഷമായി ചെയ്യും. കാരണം അതാത് സ്ഥലത്തുള്ള കലാകാരന്മാരെ തേടിപ്പിടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നത് അവരൊരു വലിയ ദൗത്യമായിട്ട് എടുക്കും. എത്ര വലിയ അംഗീകാരം കിട്ടിയാലും സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം അമ്മയുടെ ഉമ്മ പോലെയാണ്. അതിന് പകരം വയ്ക്കാനൊന്നുമില്ല. അങ്ങനെ 101 നിർദ്ദേശങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കലാകാരന്മാരുടെ പെൻഷൻ്റെ ആരോഗ്യ പരിപാലനം, കലാകാരന്മാർക്കായി ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, അതുപോലെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനം. അങ്ങനെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് കലാകാരന്മാർക്കായി കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ഡെവലപ്മെൻറ്റ് അതുദ്ദേശിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും നമ്മുടെ ഇന്ത്യയുടെ കല അവിടെ എല്ലാം അറിയും. ഇപ്പം തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു, സാറ് പറഞ്ഞ പോലെ വലിയൊരു കുറവ് അക്കാര്യത്തിലുണ്ട്. നമുക്ക് വീണ്ടും ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സാറിനോട് സംസാരിച്ചോളൂ, പറഞ്ഞാട്ടെ. പറയൂ. ഓക്കെ തമ്പി, വെൽക്കം, പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാൻ കാരണം ഈ ചെറിയ വികസനത്തിന് വേണ്ടി, അതായത് ചെറിയ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് അതിന് ലൈസൻസിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ലൈസൻസിന് വേണ്ടി പുറകെ നടക്കേണ്ട ഒരു സിറ്റുവേഷനാണ് പറഞ്ഞത്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ അതിന്റെ ഒരു കാര്യം ചോദിക്കാനാണ്. അതായത് സാധാരണ ഒരു 5 ലക്ഷം 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപ ഒരു ബിസിനസിന് തുടങ്ങിയാൽ ആ ലൈസൻസ് തരാനുള്ളത് ഹെൽത്ത് ഭാഗത്ത് നിന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലേ? അതല്ലേ ചോദ്യം. വളരെ നെഞ്ചിൽ തൊട്ടുള്ള ഒരു ചോദ്യമാണത്. ഇദ്ദേഹം തമ്പി മാത്രം ചോദിക്കുന്നതല്ല. തമ്പിയെപ്പോലെ എത്രയോ ചെറിയ സംരംഭകർ അനുഭവിക്കുന്ന ഒരു വ്യഥയാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. അതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് ഏകജാലക സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണ്. സർക്കാർ ഓഫീസിലേക്ക്, ഞാനിവർ സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിരുന്നു, ഇപ്പോഴുമാണ്. സർക്കാർ ഓഫീസിലേക്ക് ഏതെങ്കിലും ഒരു പ്രശ്നവുമായി ചെല്ലുന്ന ഒരു സാധാരണക്കാരന് താൻ പത്മവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിനെ പോലെയാണെന്നൊരു തോന്നൽ ഉണ്ടാകുക. ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ കൂടി ഉൾപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ഒരു യജമാന മനോഭാവമുണ്ട്, അത് ശരിയല്ല.
ഒരു ഏകജാലക സംവിധാനത്തിലൂടെ ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ശ്രമിക്കുന്നുണ്ട്. അത് ഫലപ്രദമായി നടപ്പാക്കണം. ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും കാലാകാലങ്ങളിൽ ജനങ്ങൾക്കായി കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങൾ, പദ്ധതികൾ, അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം അവർക്ക് കിട്ടാത്തത് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഒരു അവരുടെ പ്രശ്നം കൊണ്ടാണ്. അതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അത് വളരെ ശരിയാണ്. അതിന് ഈ നില മാറിയേ പറ്റൂ. അതിനുള്ള നിർദ്ദേശമാണ് ഏകജാലക സംവിധാനം. മറ്റൊന്ന്, അത് പിന്നീട് അവസരത്തിൽ പറയാം. പ്രധാനമന്ത്രി തന്നെ, ശ്രീ തമ്പി ഇവിടെ ഉന്നയിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രധാനമന്ത്രി തന്നെ തരുന്നുണ്ട്. അത് പിന്നീട് അവസരത്തിൽ ഞാൻ പറയാം. കർമ്മയോഗി എന്നൊരു പദ്ധതി തന്നെ ഞാൻ സാറിനോട് ചോദിക്കാനിരിക്കുകയാണ് ആ പദ്ധതിയെക്കുറിച്ച്. എങ്കിൽ ആ സമയത്ത് പറയാം. അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത് എത്തേണ്ടടുത്ത് എത്തിക്കും, പരിഹാരം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സർ, നമുക്കിതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഭാഗം ഈ തൊഴിൽ മേഖലയിലെ മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ. നമുക്കറിയാം, പ്രളയകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ആ വലിയ മനസ്സുകളാണ് മത്സ്യമേഖലയിൽ. യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതാണ്. അവർക്കായിട്ട് എന്തൊക്കെ ശുപാർശകളാണ് അങ്ങ് ഈ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്? മത്സ്യ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഒരു 45 പരിപാടി ഇതിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിലെ ഓരോ മത്സ്യത്തൊഴിലാളികളും ഒരൊറ്റ പട്ടാളമായി മാറി. അവർ സ്വയം മുന്നോട്ട് വന്നു. എത്രയോ ജനങ്ങളെ രക്ഷിച്ചു. ജീവനുകൾക്ക് ജീവൻ നൽകി ജീവൻ രക്ഷിക്കുകയായിരുന്നു. അതാരും പറഞ്ഞിട്ടില്ല. ആ ഒരു വിഭാഗത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ മനോഗുണം എന്ത് എന്നുള്ളത് ലോകം കണ്ട സമയമാണ്. നവതലമുറ പറയുന്നു, നിങ്ങൾക്ക് സ്പൈഡർമാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫിഷർമാൻ ഉണ്ട്. ആ നിലയിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ തൊട്ടുണർത്താൻ ഈ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞു. അവർക്ക് വേണ്ടി വേണ്ടത്ര സമൂഹം ചെയ്തിട്ടില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ വിശ്വാസം. വളരെയധികം സേവനം സമൂഹത്തിന് ചെയ്യുന്ന ഇവർ ഇന്നും ദാരിദ്ര്യത്തിൽ സന്ദിഗ്ധാവസ്ഥയിൽ കഴിയുകയാണ്. അതുകൊണ്ട് അവർക്ക് പല നിർദ്ദേശങ്ങളും. ഒന്ന്, ഒരു ജനിമൃതി ഇൻഷുറൻസ് പദ്ധതിയാണ്. ഒരു മത്സ്യത്തൊഴിലാളി അപകടത്തിൽ മരിച്ചാൽ അവന് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് കിട്ടണം. അതിൻ്റെ പ്രീമിയം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടയ്ക്കണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. ഒരു മത്സ്യത്തൊഴിലാളി ഇൻകപ്പാസിറ്റഡ് ആയാൽ, ഇനി തുടർന്ന് പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ അപകടം സംഭവിച്ചാൽ ആ വീട്ടിൽ മറ്റൊരാൾക്ക് തൊഴിൽ നൽകിയിരിക്കണം. അത് സർക്കാർ ഉദ്യോഗം മാത്രം എന്ന് പറയുന്നില്ല, ഒരു തൊഴിൽ നൽകിയിരിക്കണം. ഒരു റിസ്ക് ഫണ്ട് ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങളുടെ ഇടക്കാല ആശ്വാസം കൊടുക്കാനുള്ള ഒരു റിസ്ക് ഫണ്ട് ഉണ്ടാക്കണം. അതുപോലെ ഒരു മത്സ്യത്തൊഴിലാളിയും പട്ടിണി കിടക്കരുത്. പട്ടിണിയെ പടിയിറക്കുക എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. കടലമ്മ ക്യാൻറ്റീനുകൾ സ്ഥാപിക്കുക. മിതമായ വിലയ്ക്ക് ഓരോ മത്സ്യത്തൊഴിലാളിക്കും ആഹാരം കിട്ടാത്ത രീതിയിൽ കടലമ്മ ക്യാൻറ്റീനുകൾ തുടങ്ങുക. അതുപോലെ നമ്മുടെ മത്സ്യവിഭവങ്ങൾ അത് ലോകത്ത് മുഴുവൻ അത് പ്രിയമുണ്ട്. അതുകൊണ്ട് ഒരു മത്സ്യമേഖലയിൽ മാത്രം ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ടാക്കുക. എന്നെന്നും ചാകര എന്നാണ് ഈ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേര്. എന്നെന്നും ചാകര വല്ലപ്പോഴും കിട്ടിയാൽ പോരാ. നമുക്കൊരാപത്ത് വന്നപ്പോൾ നമ്മുടെ ജീവൻ രക്ഷിച്ച അഥവാ ആ മത്സ്യത്തൊഴിലാളികൾക്കായി എന്നെന്നും ചാകര ഉറപ്പുവരുത്തുക രീതിയിൽ ഉള്ള പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അവരുടെ കുട്ടികൾക്ക്, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് IIM, IIT തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പഠിക്കാനും IAS, IPS പോലുള്ള ഇതിലൊക്കെ കയറിക്കൂടാനും ഉള്ള പ്രാപ്തി ഉണ്ടാക്കണം. അതിനുള്ള ധനസഹായം ചെയ്തു കൊടുക്കണം. അതെ. അതുപോലെ മറ്റൊന്ന്, ലോകമെമ്പാടും ഏറ്റവും മനോഹരമായത് തീരങ്ങളാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ തീരത്തേക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടത് മാറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഫ്രഞ്ച് റിവിയേറ പോലെ ഏറ്റവും മനോഹരമായ സ്ഥലമാക്കി നമ്മുടെ തീരപ്രദേശം മാറ്റണം. പക്ഷേ അതിൻ്റെ പ്രയോജനം അവിടെ ഉള്ളവർക്ക് കിട്ടണം. അല്ലാതെ സ്ഥലമൊക്കെ വികസിപ്പിച്ചെടുത്ത് അതിനുള്ള മോഡലുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ യമുന എക്സ്പ്രസ് വേ അങ്ങനെയാണ് ചെയ്തത്. അതുപോലെ ഒരു കോറിഡോർ, ഇൻഡസ്ട്രിയൽ കോറിഡോർ, തീരദേശ ഇൻഡസ്ട്രിയൽ കോറിഡോർ, മത്സ്യ വിഭവങ്ങൾ സംസ്കരിക്കുന്ന വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്ന ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർ സ്ഥാപിക്കുക. ഇങ്ങനെ ചെറുതും വലുതുമായ
പല സംഗതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യ സുരക്ഷ, ഒരു 10 ലക്ഷം രൂപ എങ്കിലും അവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ആരോഗ്യ സുരക്ഷ, പെൺമക്കളുടെ വിവാഹത്തിന് ഉള്ള ധനസഹായം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെൻഷൻ പോലുള്ള എന്തെങ്കിലും പെൻഷനുണ്ട്. പെൻഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ തൊഴിലാളികൾക്കും ഉള്ളതാണ്, അവർക്കും കിട്ടും. പെൻഷനുണ്ട്, പ്രത്യേക പെൻഷൻ അവർക്കുണ്ടാവും. സർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആ, നമ്മുടെ ബഹുമാനപ്പെട്ട ആനന്ദബോസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്, സംസാരിച്ചോളൂ അദ്ദേഹത്തോട്. ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഞാൻ IT ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന ട്രേഡില് പാസ്സായ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ട്രേഡിന് തൊഴിൽ സാധ്യത വളരെ കുറവാണ്. വിഷയത്ത് ടർണർ എന്ന ട്രേഡുകളിലേക്ക് ഇതിന് ഇക്വലൻസി തരാം, അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അത് തിരുവനന്തപുരത്തേക്ക് അപേക്ഷയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഒരു പോസിറ്റീവായിട്ടൊരു മറുപടി ഇതുവരെ അവിടുന്ന് തന്നിട്ടില്ല. കൂടാതെ തന്നെ ഈ വിഷയത്ത് ട്രേഡിലേക്ക് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് പഠിച്ച വിദ്യാർത്ഥികളെ അല്ലാതെ എടുക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എന്ത് നടപടിയാണ് ഈ കമ്മീഷന് സ്വീകരിക്കാൻ സാധിക്കുന്നത്? അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സംസ്ഥാന തൊഴിൽ വകുപ്പ് ആണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്താൽ ബന്ധപ്പെട്ടവരുമായി അത് ടേക്കപ്പ് ചെയ്യാം, അവരുമായിട്ട് സംസാരിക്കാം, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടതെല്ലാം ചെയ്തു തരാം. വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സർ, ഇനി സാർ മുമ്പേ പറഞ്ഞു വെച്ച ആ മിഷൻ കർമ്മയോഗി പദ്ധതിയെ പറ്റി നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ, എങ്കിൽ പോലും സാർ അത് പറഞ്ഞ് തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ അവരെ കർമ്മയോഗികളായിട്ട് മാറ്റിയെടുക്കുവാനുള്ള ഒരു വലിയ പദ്ധതിയാണ് അങ്ങയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ അങ്ങ് മുമ്പിൽ നിന്നുകൊണ്ട് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആ പദ്ധതിയെ പറ്റി ഒന്ന് പറഞ്ഞു. ഈ കർമ്മയോഗി പദ്ധതി പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. അദ്ദേഹം നേരിട്ട് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം വിഭാവന ചെയ്യുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ അത് ജനങ്ങളിൽ എത്തണം. ആ ചുമതലയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും ജനങ്ങളിൽ നിന്ന് അകന്നു നിന്ന് യജമാന മനോഭാവത്തോടുകൂടി മുമ്പോട്ട് പോകാൻ പാടില്ല. സിവിൽ സർവൻസ് എന്നാണ് പറയുന്നത്. അത് ഉൾക്കൊള്ളണം. അത് സേവകനാണ്, ജനസേവകരാണ്. ഇത് സർദാർ പട്ടേൽ അദ്ദേഹമാണ് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടാക്കിയത്. അതിൻ്റെ പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള പ്രമുഖ നേതാക്കളെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടവരാണ് ഇന്ത്യയിലെ ICS ഉദ്യോഗസ്ഥന്മാർ. ന്യായമായും അധികാരം കിട്ടുമ്പോൾ അവരെ പാഠം പഠിപ്പിക്കണം എന്ന് തോന്നുക ന്യായമാണ്. പക്ഷേ പട്ടേലിന് മനസ്സിലായി, ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി ഇത്ര ഭംഗിയായി, ഇത്ര കൃത്യനിഷ്ഠയോടുകൂടി, കാര്യക്ഷമതയോടുകൂടി ഇവർക്ക് ഭരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയും ഇവരെ ഉപയോഗിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വമാണ്. അദ്ദേഹമാണ് ഇതിന് രൂപം കൊടുത്തത്. അന്ന് അദ്ദേഹം ആദ്യത്തെ ബാച്ചിലെ IAS ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാം തരാം, നിങ്ങൾക്ക് നല്ല ശമ്പളം തരാം, പദവി തരും, എല്ലാം തരാം, സുഖ സൗകര്യങ്ങളൊക്കെ തരാം. 2 കാര്യങ്ങൾ രാജ്യം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ജനങ്ങളോട് സ്നേഹമായി പെരുമാറുക. 2, അഴിമതി കാട്ടാതിരിക്കുക. ഇന്ന് ഇതിൽ നിന്നൊക്കെ സിവിൽ സർവീസ് മാറിപ്പോയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ ഒരു നേരിയ രീതിയിലെങ്കിലും ഒരു ജീർണത സിവിൽ സർവീസ് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി രാജഭോഗികളെ കർമ്മയോഗികളാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രഖ്യാപനം മാത്രമല്ല, അതിനൊരു മിഷൻ കർമ്മയോഗി എന്ന് ഒരു ദേശീയ മിഷൻ കൊണ്ടുവന്ന് 540 കോടി രൂപ അതിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും റൂൾ ബേസ്ഡിന് പകരം റോൾ ബേസ്ഡ് ആവണം. അതായത് ഒരാൾ എനിക്ക് പട്ടയമില്ല എന്ന് പറഞ്ഞാൽ ചില നടപടിക്രമങ്ങൾ മാത്രം നടത്തിയെന്നായില്ല, അവന് പട്ടയം കിട്ടണം. അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആവണം. അതുകൊണ്ട് റൂൾ ബേസ്ഡ് ആയാൽ പോരാ, റോൾ ബേസ്ഡ് ആവണം, മാതൃകയാവണം. അതെ, എന്ന് മാത്രമല്ല അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും കൊടുക്കും. അതൊക്കെ സൗജന്യമായിട്ട് തന്നെ തരും. പക്ഷേ ഈ ട്രെയിനിങ്ങിൽ എന്തൊക്കെ പഠിക്കുന്നു, ഇത് പകർത്തുന്നുണ്ടോ
എന്ന അസസ്മെൻ്റ് ഉണ്ടാവും. ആ അസസ്മെൻറ്റിൽ വിജയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടില്ല, ചിലപ്പോൾ പിരിച്ചുവിട്ടെന്ന് വരും. അതുകൊണ്ട് ചെറുതായിട്ട് നമ്മുടെ പഴയ ഹെഡ് മാസ്റ്റർമാരൊക്കെ ചൂരലെടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ പ്രധാനമന്ത്രി ഒരു ചൂരലെടുത്തിരിക്കുകയാണ്. അത് വിജയിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഈ IAS അക്കാഡമി, ഞാനും IAS മസൂറി അക്കാഡമിയിലെ ഫെലോയാണ്. അതുപോലെ IPS അക്കാഡമി, എല്ലാം ഏകോപിപ്പിച്ച് അതിന് മുകളിൽ ഒരു നിയന്ത്രണ ഏജൻസിയെ കൊണ്ടുവരികയാണ്. ഇനി മുതൽ പണിയെടുത്തേ പറ്റും. പണിയെടുത്തു എന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടണം, ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വേണ്ട എന്ന് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത്. മിഷൻ കർമ്മയോഗിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതുതന്നെയാണ്. തീർച്ചയായിട്ടും സാർ, നമുക്ക് സമയം വളരെ കുറവായിരുന്നു. സാറിനോട് ഇനി സാറിലെ സാഹിത്യകാരനെ പറ്റി ഞങ്ങൾക്ക് ചൂടെടുക്കാനുണ്ടായിരുന്നു, പക്ഷേ അത് സമയം കിട്ടിയില്ല. എന്തായാലും നമ്മൾക്കിവിടെ ഇന്ന് സാമൂഹ്യവാദം അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ അതിഥിയായിട്ടെത്തി നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കായിട്ട് ഒരു വിദഗ്ധ കമ്മീഷനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആനന്ദ് ബോസ് സാറ് തന്നെ അതിൽ വൺമാൻ കമ്മീഷനായിട്ട് വന്ന് തൊഴിലാളികൾ ഇപ്പോൾ വിളിച്ചതുൾപ്പെടെ നിരവധി തൊഴിലാളികൾക്കായിട്ടുള്ള അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കായിട്ട് അവർക്ക് പരിഹാര മാർഗ്ഗങ്ങൾ ഇവിടെ പറഞ്ഞു നൽകി. വളരെ ആശ്വാസകരമായിട്ടുള്ള നടപടികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എല്ലാ ജനങ്ങളുടെയും പിന്തുണ, രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാ ആളുകളുടെയും പിന്തുണയുണ്ടാവും. സാറിന് സാമൂഹ്യ പാഠത്തിൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ദൂരദർശൻ്റെയും പേരിൽ നന്ദി ഈ സമയത്ത് സാമൂഹ്യ പാഠത്തിലെത്തി അറിയിക്കുകയാണ്. സാമൂഹിക പാഠത്തിൽ നിന്ന് എനിക്ക് പല പുതിയ പാഠങ്ങളും പഠിക്കാൻ കഴിഞ്ഞു. നന്ദി. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ, കോവിഡ് നമ്മുടെ ഇടയിൽ നിന്നും ഇപ്പോഴും മാറിപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വ്യക്തി ശുചിത്വം പാലിച്ച്, സാമൂഹിക അകലം പാലിച്ച്, കൃത്യമായിട്ട് മാസ്ക് ധരിച്ച് നമുക്ക് മുൻപോട്ട് പോകുക. വാക്സിൻ വന്നെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇടയിലേക്ക് എത്താൻ ഈ സമയമെടുക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് മറ്റൊരു അതിഥിയും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.